October 7 was an inside job. 2023 October 7 ഇസ്രായേലുണ്ടായ അറ്റാക്ക് ഒരു ഇൻസൈഡ് ജോബ് ആയിരുന്നു. കാരണം ഇസ്രായേൽ ഹമാസിന് ഖത്തർ ത്രൂ ഈച്ച് മന്ത് $36 മില്യൺ വരെ ഫണ്ട് ചെയ്തിരുന്നുവെന്ന് ഇസ്രായേലി ഒഫീഷ്യൽസ് തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 1948 ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായ അന്നു മുതൽ നടന്നു വന്നിരുന്ന റൂട്ടീൻ ബോർഡർ ചെക്കപ്പ് October 7 നടന്നിട്ടില്ല. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു IDF സോൾജർ തന്നെയാണ് ഇക്കാര്യം ഡിസ്ക്ലോസ് ചെയ്തത്. ജെറുസലേമിൽ നിന്നും വെറും 45 മിനിറ്റ് എയർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇസ്രായേൽ പലസ്തീൻ ബോർഡറിലേക്ക്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ഡിഫൻസ് പൊസിഷൻ എടുക്കാൻ 6 hours ലേറ്റ് ആയതെന്ന് മരിച്ചുപോയ ചാർലി കിർക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചോദിച്ച് അധികം നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടു. 2023 സെപ്റ്റംബറിൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു UN ജനറൽ അസംബ്ലി നടത്തുന്ന ഒരു സ്പീച്ച് ഉണ്ട്. പലസ്തീൻ ഇല്ലാത്ത ഒരു ന്യൂ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് പുതിയൊരു മാപ്പൊക്കെ ആയിട്ടാണ് ആളന്ന് വന്നിരുന്നത്. അന്ന് അതിനെ സെലിബ്രേറ്റ് ചെയ്ത അതേ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി തന്നെയാണ് 2 വർഷങ്ങൾക്ക് ശേഷം 2025 ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നിൽ നിന്നും ഇറങ്ങിപ്പോയത്. October 7 ഒരു ഇൻസൈഡ് ജോബ് ആണെങ്കിലും അല്ലെങ്കിലും ഗ്ലോബൽ കമ്മ്യൂണിറ്റി മറന്നു തുടങ്ങിയിരുന്ന പലസ്തീൻ തന്നെയാണ് ഇന്ന് ലോകത്തെ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ടോപ്പിക്. എന്നിട്ടും എന്താണ് ആക്ച്വൽ പലസ്തീൻ കോസ് എന്ന് അറിയുക പോലും ചെയ്യാതെയാണ് പലരും വന്ന് കമന്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ.